അജിത് പവാറിന്റെ മരണം രാജ്യത്തെ ഒന്നാകെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും ധനികമായ സംസ്ഥാനത്തിന്റെ ഭാഗ്യോദയങ്ങൾ നിശ്ചയിക്കാൻ പോകുന്ന കരുത്തുള്ള നേതാവായിരുന്നു അജിത് പവാർ. ജനുവരി 28 രാവിലെ ഒരു തീഗോളമായി അജിത് പവാർ എരിഞ്ഞടങ്ങിയപ്പോൾ അതിന് പിന്നിൽ അട്ടിമറികളുണ്ടോ എന്ന് ആദ്യം ചോദിച്ചത് കോൺഗ്രസ് പാർട്ടിയായിരുന്നു. മരണത്തിൽ അന്വേഷണം വേണമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. പിന്നാലെ ചില വെളിപ്പെടുത്തലുകൾ കൂടി വരുമ്പോൾ വരും മണിക്കൂറുകൾ ഏറെ നിർണായകമാണെന്ന് പറയേണ്ടി വരും. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ദാദ എന്ന് വിളിക്കപ്പെടുന്ന അജിത് പവാറിന്റെ മരണത്തിന് പിന്നാലെ ദിവസങ്ങൾക്ക് മുൻപ് വന്ന NCP ലയന വാർത്തയാണ് വീണ്ടും ചർച്ചയാകുന്നത്. ഉദ്ധവ് ശിവസേന നേതാവ് രാജ്യസഭാ MP-യുമായ സഞ്ജയ് റാവത്താണ് 4 ദിവസം മുൻപ് ആ വെളിപ്പെടുത്തൽ നടത്തിയത്. അജിത് പവാറും ശരത് പവാറും ഒന്നിക്കാൻ പോകുകയാണെന്നായിരുന്നു ആ വെളിപ്പെടുത്തൽ. അജിത് NCP മഹാവികാസ് സഖ്യത്തിലേക്ക് തിരിച്ചെത്തുമെന്നു സഞ്ജയ് റാവത്ത് പറഞ്ഞിരുന്നു. വെറും 4 ദിവസം മുൻപാണ് ശിവസേന താക്കറെ വിഭാഗം നേതാവ് സഞ്ജയ് റാവത്ത് മുംബൈയിൽ മാധ്യമങ്ങളോട് ആ നിർണായകമായ വെളിപ്പെടുത്തൽ നടത്തിയത്. 2 വള്ളങ്ങളിൽ കാലും വെച്ച് അധിക ദൂരം സഞ്ചരിക്കാൻ ആർക്കും സാധിക്കില്ല. അജിത് പവാർ ഇപ്പോൾ മാനസികമായി ശരത് പവാറിനൊപ്പമാണ്. വൈകാതെ തന്നെ അദ്ദേഹം ശരത് പവാർ വിഭാഗവുമായി ലയിക്കും. ഇതായിരുന്നു റാവത്തിന്റെ വാക്കുകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ അജിത് പവാർ അസ്വസ്ഥനായിരുന്നുവെന്നും മഹായുദ്ധ വിട്ട് മഹാവികാസ് അഘാഡയിലേക്ക് മടങ്ങാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നുവെന്നുമുള്ള സൂചനയും റാവത്ത് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ബാരാമതിയിൽ അജിത് പവാർ ഒരുപിടി ചാരമായി മാറിയത്. പിംപ്രി ചിഞ്ച്വാദ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇരുവിഭാഗം NCP-കളും ഒറ്റക്കെട്ടായി നീങ്ങിയത് പവാർ കുടുംബം ഒന്നിക്കുന്നതിന്റെ വ്യക്തമായ സൂചനയായിരുന്നു. അജിത് പവാർ തന്റെ രാഷ്ട്രീയ ഗുരുവായിരുന്ന ശരത് പവാറുമായി ഒത്തുതീർപ്പിലെത്തുകയാണെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരിക്കെയാണ് ഈ ദുരന്തം സംഭവിച്ചത്. അജിത് പവാറിന്റെ മടങ്ങിവരവ് NCP-ക്ക് പഴയ പ്രതാപം നൽകുമെന്ന് കരുതിയിരുന്ന അണികൾക്ക് ഈ വിയോഗം കനത്ത ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അജിത് പവാറിന്റെ വിയോഗം മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് ഭരണസഖ്യമായ മഹായുദ്ധയിൽ ഒരേ സമയം വലിയ ശൂന്യതയും നിരവധി ചോദ്യങ്ങളുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. 41 MLA-മാരും 1 ലോക്സഭ MP-യുമുള്ള അജിത് പവാർ വിഭാഗം സർക്കാരിന്റെ നിലനിൽപ്പിൽ നിർണായക ഘടകമാണ്. 6 തവണ ഉപമുഖ്യമന്ത്രിയായിരുന്ന അജിത് പവാർ പൃഥ്വിരാജ് ചൗഹാൻ, ഉദ്ധവ് താക്കറെ, ഏക്നാഥ് ഷിൻഡെ, ദേവേന്ദ്ര ഫഡ്നാവിസ് എന്നിവരുടെ മന്ത്രിസഭയിൽ പ്രവർത്തിച്ച അപൂർവ റെക്കോർഡിനുടമയാണ്. ജനകീയനായ നേതാവും തന്ത്രശാലിയുമായ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ NCP-ക്ക് അജിത് വിഭാഗത്തെ ആര് നയിക്കുമെന്ന ചോദ്യവും ബാക്കി നിൽക്കുന്നുണ്ട്. ഈ വിഭാഗം ചിതറിപ്പോകുമോ അതോ ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള NCP ലയിക്കുമോ എന്നതും വരും ദിവസങ്ങളിൽ നിർണായകമാകും. ശരത് പവാർ സജീവ രാഷ്ട്രീയം വിടാനൊരുങ്ങുകയും സുപ്രിയ സുലെ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മഹാരാഷ്ട്രയിലെ ഗ്രാമീണ അടിത്തറയുള്ള നേതാവിനെയാണ് NCP-ക്ക് നഷ്ടമായിരിക്കുന്നത്. റാവത്തിന്റെ വാക്കുകൾ ശരിയായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ മഹാരാഷ്ട്ര രാഷ്ട്രീയം മറ്റൊരു ദിശയിലേക്ക് മാറുമായിരുന്ന നിർണായക ഘട്ടത്തിലാണ് ഈ അപ്രതീക്ഷിത അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് രാഹുൽ ഗാന്ധി ഈ അപകടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്ത് വന്നത്. ശരത് പവാർ വിഭാഗം നേതാക്കളും ഉദ്ധവിന്റെ ശിവസേനയും സമാനമായ ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്തായാലും അജിത് പവാർ മഹാരാഷ്ട്ര മണ്ണിലേക്ക് മടങ്ങിക്കഴിഞ്ഞു. ഇനി ഈ മരണത്തിന് പിന്നാലെ അന്വേഷണം മറാത്ത രാഷ്ട്രീയത്തെ ശിഥിലമാക്കുമെന്ന് മാത്രം ഉറപ്പിക്കാം.